അങ്ങനെ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഇരുന്ന് കാണാൻ പറ്റില്ലാത്ത പല രംഗങ്ങളും സാറ് എന്റെ പടങ്ങളിൽ ഉണ്ടാവില്ല, ക്ലീൻ ആയിട്ടായിരിക്കും. പക്ഷെ ക്ലീൻ ആയിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഉണ്ടതില് അല്ലേ? കുട്ടികളും അല്ലെങ്കിൽ ചെറു കുട്ടികളും വലിയ ആളുകളുമായി ഇരുന്ന് കാണുന്ന സമയങ്ങളിൽ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് ചില രംഗം കാണിക്കാൻ പറ്റില്ല. എന്തെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കും. അങ്ങനത്തെ രംഗങ്ങൾ ടീസറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ എടുക്കും ചെയ്യുന്ന സമയങ്ങളിൽ അതിലും ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ കാണുന്ന അത്ര എളുപ്പമില്ലല്ലോ ഇത്. അപ്പൊ ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനത്തെ രംഗങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അതേ ബുദ്ധിമുട്ട് എനിക്ക് സാറിന്റെ അടുത്ത് ചെയ്യുമ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ സീക്വൻസുകളൊക്കെ ചെയ്യുമ്പോ ആ ഒരു അൺകംഫർട്ട് അല്ലേ? ഇപ്പൊ ആൺകുട്ടികൾക്ക് അത്ര അൺകംഫർട്ട് ഉണ്ടാവണമെങ്കിൽ പെൺകുട്ടി ആയ നിങ്ങൾക്ക് എത്ര, ഗ്രേസിന് എത്ര അൺകംഫർട്ട് ആയിരുന്നു അങ്ങനത്തെ സീക്വൻസുകൾ? ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഇന്റിമേറ്റ് സീൻസ് അല്ലാത്ത പോലെയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സീൻസ് ചെയ്യുന്നത്. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളും മാത്രം. ഷൈൻ എന്നോട് ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു, അയ്യോ ഓക്കെ എന്നോട് ചോദിക്കുക. കാരണം നമ്മള് വെറുതെ അന്ന് ഇല്ലാത്തതിനൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടാവും. സത്യം. കാരണം വേറൊരു വ്യക്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ മാത്രമാണ് ചെയ്യണത്. എന്നിട്ട് കൂടി നമുക്ക് അതെല്ലാവരും നോക്കി നിൽക്കുന്നതുകൊണ്ടും. പക്ഷെ ആ ഒരു കംഫർട്ട് സ്പേസ് സാറ് റെഡിയാക്കി തന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് കോപ്പറേറ്റ് ചെയ്തു ഷൈൻ. അത് ആക്ഷൻ എനിക്കറിയാം. ഞാൻ ഇതിനു മുന്നേ ലവ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വളരെ എളുപ്പത്തിൽ റൊമാൻസ് ചെയ്യാന്നാ. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമുക്ക് റൊമാൻസ് ചെയ്യാൻ. നമ്മള് കോമഡി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും അത് ചെയ്യാൻ വിചാരിക്കാം. ഇതാവുമ്പോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സിങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് അത് കട്ട് പറഞ്ഞ് രണ്ടാമത്തെ ടേക്ക് എടുക്കുന്ന സമയങ്ങളില് ഈ കട്ട് പറയുന്ന സമയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്വേർഡ്. കാരണം നമ്മളിത് എവിടെയും കാണുന്നില്ല പുറത്ത് ആരും ചെയ്യണതേ ഇങ്ങനത്തെ രംഗങ്ങള്. അങ്ങനെ വലിയ രംഗങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു എന്താ പറയാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കായിരുന്നു. നമ്മള് സാറ് തന്നെ പറയും ചില സമയങ്ങളില് അതങ്ങനെ വരില്ല. സാറിന് അറിയാലോ കറക്റ്റ് ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഇവര് സെൻസർ ബോർഡിന് കാണാൻ പറ്റും, അല്ലെങ്കിൽ വെട്ടി മാറ്റണം എന്ന് പറയുന്ന പോലത്തെ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാറ്, ഇത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ക്യാമറ ട്രിക്ക് എന്ന് പറയില്ലേ പണ്ട്. നമ്മൾ ചോദിച്ച ക്യാമറ ട്രിക്ക് ആകുമ്പോൾ ഇവര് ഒരുമിപ്പിക്കണ പോലെ തോന്നുന്നത്. ഷോട്ടുകൾ ആംഗിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത് കൂട്ടി വെക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഷൂട്ടിങ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാരും ഓടിച്ചു. ഈ സീനാന്ന് അറിയായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാലോ, ക്രൂവിന് എല്ലാവർക്കും അറിയാലോ. ക്രൂ എല്ലാം ഉണ്ടായിരുന്നു അന്ന് പനിയായിട്ട് കിടന്നവൻ വരെ എണീറ്റ് വന്നു ഇത് കാണാൻ വേണ്ടിട്ട്. പക്ഷെ എല്ലാരും ചോദ്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ആരോട്? ഞങ്ങളോട്. അല്ല എനിക്കറിയില്ല, എന്നോട് ചോദിക്കാൻ ചോദ്യം വിട്ടുവെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണേ. ഞാൻ തുടങ്ങിക്കോട്ടെ തുടങ്ങിക്കോട്ടെ. ഇപ്പോഴാണ് ഓൺ ചെയ്യാൻ പോണല്ലോ. അപ്പം കുഴപ്പമില്ലാതെ ഷൈൻ ഹാൻഡിൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയായിട്ട് അറിയാം എന്താണ് എങ്ങനെയാണ് എവിടെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് ആ രീതിക്ക് തന്നെ ചെയ്തു. നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് എങ്ങനെ പോയാലും നമ്മുടെ സിനിമ വൈറലാണ്. എനിക്ക് അത്ര മാത്രമല്ല, അതിലിപ്പോ എന്ത് ട്രോള് വന്നാലും കുഴപ്പമില്ല, നമ്മുടെ സിനിമ വൈറലാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ സിനിമ 19-ാം തീയതി റിലീസിലേക്ക് ഒരുങ്ങി അല്ലേ? അടുത്ത ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത് തന്നെ തുടങ്ങുന്നു. ചില കമൽ സാറിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കുറെ സീനുകളൊക്കെ ഇതിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സീനുകൾ അല്ല ഗ്രേസ് ഇപ്പൊ പറഞ്ഞു, ആ സീനുകൾ ഇന്നുവരെ ചെയ്യാത്ത സീനുകൾ, അത് അല്ല ഇന്നുവരെ ചെയ്യാത്ത സീനുകൾ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന്റെ രീതിക്ക് കമൽ സാറ് ചിത്രീകരിക്കുകയും നേരത്തെ പറഞ്ഞ ഷൈൻ്റെ ഒരു ഇടപെടലും അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അന്നും ഈ സീനുകളൊക്കെ വായിച്ചല്ലോ. അപ്പൊ ഗ്രേസിന് എന്തെങ്കിലും ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു? ആദ്യമേ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് എങ്ങനെ എടുക്കാൻ പോണെന്ന് ചോദിച്ചത്. കാരണം ആ ഒരു സീൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് ഈ കഥ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈവൻ ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും, പക്ഷെ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സീനിന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് സാർ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് ഷൈൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു റാപ്പോ വേണം ഒരു ആക്ടറുമായിട്ട്. അത് ഈ ഒരു പെർട്ടിക്കുലർ സീൻ എന്നല്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് എന്നല്ല, ഏതൊരു സീൻ എടുക്കുമ്പോഴും നമുക്കൊരു ആക്ടറുമായിട്ട് ഒരു റാപ്പോ വേണം. അത് ഒരു വർക്ക് ചെയ്യാത്ത ഒരാളും കൂടി ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗ്രാജുവലി വർക്ക് ചെയ്ത് കൂടെ വന്നപ്പോഴത്തേക്കും സാർ അതിന് ഒരു പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഷൈൻ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ
വന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് വെൻ വെൽ. നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ അത് വന്നു. അല്ല, ഷൈൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുറെ ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഷൈനെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. പല ആളുകളും പല ആളുകളും പറയാം ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഷൈനോടുള്ള കൂടുതൽ അടുപ്പാണ് തോന്നിയത്. അദ്ദേഹം പറയുന്ന സമയത്ത് എത്തുന്നത് എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ലൊക്കേഷനിൽ ഇപ്പൊ ഇന്റർവ്യൂ വൈറലാകാൻ വേണ്ടി ഷൈൻ പലതും ചെയ്യും. അത് എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. ഷൈൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയാണ് ഫോൺ എറിയുന്നതാണെങ്കിലും ഇറങ്ങി ഓടുന്നതാണെങ്കിലും ചാടുന്നതാണെങ്കിലും ഷൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്തെങ്കിലും വൈറലാകട്ടെ, നമ്മളെ പോലുള്ളവർ എങ്ങനെയും അനുഭവിച്ചോട്ടെ. എന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് ഓക്കെ ആ ഒരു സാധനം. പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ ഷൈനെ കുറിച്ച് ആ നേരത്തെ പല ആളുകളും പറഞ്ഞു വെച്ച കാഴ്ചപ്പാടൊന്നും എങ്ങനെയാണ്? എനിക്ക് വളരെ ഡീസെന്റ് ആയിട്ട് തോന്നിയത്. കാരണം നമുക്ക് അൾട്ടിമേറ്റ് നമുക്ക് സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എത്ര തമാശകളോ എത്ര സീരിയസ് എത്ര ഇൻസിഡൻസ് അവിടെ ഉണ്ടായാലും നമ്മൾ സിനിമ ചെയ്യാനാണ് അവിടെ വന്നിരിക്കുന്നത്. സിനിമയോട് ഷൈനുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഷൈൻ അത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഐ റെസ്പെക്ട് ഹിം. ആ ഒരു സ്പേസ് ഷൈൻ നമുക്ക് തരുന്നുണ്ട്, നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സീൻസ് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഷൈനോട് പറയുമ്പോൾ ആദ്യം എനിക്ക് അറിയത്തില്ല, ഷൈൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ആദ്യം എനിക്ക് ഷൈൻ എന്താ ഇങ്ങനെ പെട്ടെന്ന് എടോ ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ ആദ്യം പറയും. പക്ഷെ ടേക്കിൽ ഷൈൻ അത് വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ മച്ചാൻ ഇങ്ങനെയാണ്, പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അല്ല, നമ്മളെന്താണ് ഇവര് പറയുന്നത് പോലെ ആ സംഭവം നമ്മൾ ചെയ്യുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് പലപ്പോഴും വരില്ല. നമ്മളറിയാം ഇവരിങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അപ്പൊ അതിനു മുന്നേ ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും, ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ അത് ചെയ്യാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. അത് നമ്മൾ കമൽ സാറ് നമ്മുടെ അടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടോറിയൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പരിപാടിയാണ്. മെയിനായിട്ട് വളരെ ക്യാരക്ടറിലൂടെ കഥ പറയുന്ന ആളുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആക്ടറിനും കൊടുക്കില്ല എന്ത് സംഭവിക്കണം എന്നുള്ളത്. ജസ്റ്റ് ഇതാണ് മാറ്റർ, ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് പിന്നെ അവിടെയാണ് സംഭവിക്കേണ്ടത്. എല്ലാം കറക്റ്റ് ആയത് ഈ പോയിന്റ് എത്തുമ്പോൾ അയാൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എത്തുന്നതിന് മുന്നേ അയാളുടെ മുഖത്തേക്ക് നോക്കും. അപ്പോഴായിരിക്കും അയാൾ കണ്ണു നോക്കുക. മനസ്സിലായ? വളരെ മൈന്യൂട്ട് സെക്കൻഡിൽ നമ്മൾ റിയാക്ട് ചെയ്ത് തുടങ്ങും. അപ്പോ ഇത് ഭയങ്കര പ്ലാനിങ് പോലെ അകത്തൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര മെക്കാനിക്കലായിട്ട് തോന്നും ക്യാരക്ടർ. നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സ്പോണ്ടേനിയസ് ആയിട്ട് വരാത്ത പോലെ തോന്നും. സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് പോലെ ആൾക്കാരെ തോന്നിപ്പിക്കുന്നതാണ് നല്ല അഭിനയം എന്ന് നമുക്ക് തോന്നുന്നത്. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഇവിടെ നിന്ന് എഴുന്നേറ്റു അതൊരു 10 പ്രാവശ്യം ചെയ്തു വരും. അപ്പൊ ഇതെങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് ആൾക്കാർക്ക് തോന്നിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്തത്. അല്ലാതെ ഇവിടുത്തെ സിനിമയിലെ ആക്ടേഴ്സ് ലോകത്തെ വലിയ അഭിനേതാക്കളല്ല, മികച്ച രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അഭിനയിക്കുന്നത് എന്ന ആൾക്കാരെ ഒരു ട്രിക്കിലൂടെ കാണിക്കുകയാണ് അല്ലേ. അതിന് പല സൂത്രങ്ങളും നമ്മൾ ചെയ്യും. കുട്ടികളെ അഭിനയിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ബേബി സിഡിയോട് എന്ന് പറഞ്ഞ ചിത്രം ചെയ്യുമ്പോൾ ആ കൊച്ചിനോട് ഷോർട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യണത് അല്ലേ. പക്ഷെ ആ കുട്ടി എന്ത് വളരെ മികച്ചതായിട്ട് അഭിനയിച്ചില്ലേ. ഈ കാണുന്ന മൃഗങ്ങളൊക്കെ ഷോർട്ട് മനസ്സിലാക്കിയിട്ടാണ് അഭിനയിക്കണത്, ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും അല്ല അല്ല. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അഭിനയിപ്പിക്കാൻ ഇവർ വിചാരിക്കണം. അതെ, തീർച്ചയായിട്ടും. അതെ, മരീന ഇതിനു മുമ്പ് ഷൈനുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞങ്ങൾ ഫോണിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഉണ്ടല്ല, അതിൽ കൂടുതൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. അതിൽ കൂടുതൽ ഫോണിലാണ് സംസാരിക്കുന്നത്. ഉണ്ട്. നമ്മള് അത് ആക്ടറിനായിട്ട് ഭയങ്കര തറാക്കിയിട്ട് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം എന്നല്ല നമ്മൾ പറയുള്ളൂ. കറക്റ്റ് ഞങ്ങൾ സംസാരിച്ചു എന്തിനാണ് ഇടയ്ക്ക് കയറിയത്. അല്ല, അതാ അവർക്ക് അപ്പോഴല്ലേ തോന്നിയേ. നിങ്ങളുടെ ഇടയിൽ കയറിയില്ല. നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാ ഇപ്പൊ അമ്പ് ചെയ്യാൻ സമയത്ത് മാവും കൂട്ടുകാരും മിക്കാരും എല്ലാം കാണേണ്ട കാര്യമില്ലല്ലോ. അമ്പ് മാത്രം ചെയ്താൽ മതിയില്ലേ. അല്ല, ഞങ്ങൾക്കപ്പോ പറയുന്നതിൽ അവിടെ ആൾക്കാർ സംസാരിക്കുന്ന ക്യാമറ അതിലേക്കൊന്നും അല്ലല്ല നിങ്ങൾ അല്ല അപ്പൊ ചോദിച്ച കാര്യം പറയണോ.